Good morning. Okay. ജോയിൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയാണ് പറഞ്ഞത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ആരാണ് സുഖമാണോ എന്നൊക്കെ ചോദിക്കണേ? എന്നോടാണോ ചോദിച്ചേ? ഇത് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മില് മെസ്സേജ് ഇട്ടതാണോ? എന്നോടാണോ ചോദിച്ചേ? സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഉണ്ടല്ലേ? നാളെ ക്ലാസ് ഇല്ലല്ലോ ഒന്ന്. എനിക്കും അതുപോലെ തന്നെയാവും, നാളെ ക്ലാസ് ഇല്ലല്ലോ ഒന്ന് ഓർക്കാം. ഒരാഴ്ച മുഴുവൻ കണ്ടിന്യൂസ് ക്ലാസ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച വരുമ്പോൾ ഒരാശ്വാസമാണ് ക്ലാസ് ഇല്ലല്ലോ ഒന്ന്. പക്ഷെ നാളെ കോൺവെക്കേഷൻ ഉണ്ട്, MT ബാച്ചിന്റെ ആണ്. സാറ്റർഡേസിൽ അങ്ങനെയുള്ള പരിപാടിയായിട്ട് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ് ഒരു ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control, its monitoring, reporting, research and education. ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട്, പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ആണ്, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ മോണിറ്റർ ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്ന റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. ഈസ് ലീബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യതയുണ്ട്. എന്തൊക്കെയാ? മെയിൻറ്റെയിനിങ്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, സ്ഥാപിക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും. എന്തൊക്കെ? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇറ്റ്സ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നിവ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് എന്തുണ്ട്? ബാധ്യതയുണ്ട്. അവര് അതിന് ബാധ്യസ്ഥരാണ്. ഇനി അവിടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം ലെഫ്റ്റ് സൈഡില് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരെല്ലാം ആരൊക്കെയാന്ന് നോക്കിയേ? ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും പേരാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവര്. ആരൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ആണ് ചെയർപേഴ്സൺ. ആ ചെയർപേഴ്സൺ ഹെഡ് ആണ് കേട്ടോ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് ചെയർപേഴ്സൺ ആണ്. ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ്. അതില് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആരാണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ആര്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ്. അടുത്ത് നോക്കിയേ, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് അനുബന്ധമായിട്ട് വരുന്ന ആളുകൾ, ഫാക്കൽറ്റീസ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെയാണ് സപ്പോർട്ട് സർവീസുകളുണ്ട്. സപ്പോർട്ട് സർവീസ് അതും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ്. ആര്? സപ്പോർട്ട് സർവീസുകൾ ഏതൊക്കെയാന്ന് നോക്കിയേ? ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSSD, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർ ഓഫീസർ. ഇവരെല്ലാവരുമാണ് ഇത് സപ്പോർട്ട്
സർവീസിൽ വരുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ, CSST പഠിച്ചല്ലേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സർവീസ് ആണ് CSST എന്ന് പറഞ്ഞത്. ഇതെല്ലാം സപ്പോർട്ട് സർവീസുകളാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ്. ആരൊക്കെ? ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSST, then housekeeping or sanitation, കാര്യങ്ങൾ ചെയ്യുന്നത് housekeeping or sanitation, then engineering, then അടുത്തതാണ് ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ആരുണ്ട് അവിടെ? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സുകളുണ്ട്. അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ട്. അപ്പൊ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാ നോക്കാം? ചെയർപേഴ്സൺ ആണ്. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർപേഴ്സൺ ആണ്. പിന്നെ സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരെല്ലാം? അപ്പൊ എല്ലാവരുടെയും നോക്കണം കേട്ടോ. ചെയർപേഴ്സൺ വരും, മെമ്പർ സെക്രട്ടറി വരും, മെമ്പേഴ്സ് വരും, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് വരും, സപ്പോർട്ട് സർവീസുകൾ വരും, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും വരും. ഓക്കെ, ടേബിളിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നവരാരെല്ലാം എന്ന് പഠിക്കാം. പിന്നെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. പിന്നെ ആ സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെല്ലാം, അതും കൂടി അതിൽ നോക്കി വെച്ചേക്കാം. പിന്നെ അടുത്തതാണ് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റോൾ എന്താണ്? ഓക്കെ, ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലീബിൾ ഫോർ. ലീബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് ബാധ്യതയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അതിന് ഒരു ബാധ്യതയുണ്ട്. ഫസ്റ്റ് ഇത് നോക്കിയേ, ടു ഓവർസീ. ഓവർസീ എന്ന് പറഞ്ഞാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. ടു ഓവർസീ, മേൽനോട്ടം വഹിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. എങ്ങനെ? ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള, ഒന്നിട്ട് കൊടുത്തേ, പേജ് നമ്പർ എത്രയാണ്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 63-ലാണ്. നിങ്ങളുടെ പേജ് വ്യത്യാസം ഉണ്ടാവും. അന്തര എക്സാം ക്ലാസ്സില് ഗിരീഷൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളവരുണ്ട്. പറഞ്ഞപ്പോ തന്നെ മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. 57 നിങ്ങളുടെ ടെക്സ്റ്റില്. അപ്പൊ എങ്ങനെയാണ്? ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തിക്കൊണ്ട് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം, അത് ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുക, അതിനെ മേൽനോട്ടം വഹിക്കുക. ഓവർസീസ്, അതിനു വേണ്ട മേൽനോട്ടം വഹിക്കുക. ടു ഓവർസീസ്, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ. എന്തിനു വേണ്ടി? ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും ഏകോപിപ്പിക്കുകയും അതിനു വേണ്ട മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. രണ്ടാമത് നോക്കിയേ, ഓർഗനൈസ് ആൻ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ, അത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട്, നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അപ്പൊ എപ്പിഡെമിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പിഡെമിയോളജി എന്താ? സാംക്രമിക രോഗശാസ്ത്രമാണ് കേട്ടോ. സാംക്രമിക രോഗശാസ്ത്രം. ഡിസീസുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ സംഭവങ്ങള്, പ്രിമിറ്റീവ് മെത്തേഡ്, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്, സാംക്രമിക രോഗശാസ്ത്രം. അപ്പൊ ഒരു ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. എന്ത് സംഘടിപ്പിക്കുക? ആൻ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ, എന്തിനു വേണ്ടി? നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടി. അതായത് നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, സാംക്രമിക രോഗശാസ്ത്രം, അതിന് വേണ്ടിയിട്ടുള്ള നിരീക്ഷണ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക.
അടുത്ത നോക്കിയേ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി. ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തിന്? ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷന്റെ യൂസ്, ഉപയോഗം സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ്, ഉപയോഗം, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി, അതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഒരു റോളാണ്. ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി എന്തിനു വേണ്ടി? ടു ഡെവലപ്പ് എ പ്രോഗ്രാം. പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന്. എന്തിനുള്ള പ്രോഗ്രാം? ടു സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ ഉപയോഗം, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ, രോഗി പരിചരണ രീതികള് അത് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന്, ആ ലെവലിന് അപ്രോപ്രിയേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം? അപ്പൊ ഇൻഫെക്ഷന്റെ ആ ലെവല് എങ്ങനെയായിരിക്കണം? കുറയണ്ടേ? ഇങ്ങനെ അപ്പൊ ഈ ആളുകൾക്കൊക്കെ അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് പേഷ്യന്റിന്റെ ആ രോഗം വരാനുള്ള അപകട സാധ്യതയുടെ ലെവല് കുറയണം. അവിടെ നമ്മൾ കൂടുതൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്ത് വേണം? അവർക്കുടെ ആ ലെവല്, പേഷ്യന്റിന് ഈ രോഗം വരാനുള്ള അപകട സാധ്യത, അതിന്റെ ആ ലെവല് കുറയ വേണ്ടത്. അതാണ് ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. കണ്ടോ? അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അനുയോജ്യമായിരിക്കണം. അല്ലാതെ നമ്മൾ കുറെ പ്രോഗ്രാമുകൾ നടത്തി, പക്ഷേ പേഷ്യൻസിന്റെ ഇത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആ ഒരു സംഭവമൊക്കെ കൂടി വരികയാണെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മൾ ആ പ്രോഗ്രാമുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസിനൊക്കെ അവയർനെസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കണം? അതിന് അനുയോജ്യമായിരിക്കണം ആ പേഷ്യന്റിന്റെ അപകട സാധ്യത, അതാണ് പേഷ്യന്റിന്റെ റിസ്ക്, അതിന്റെ ലെവല് അനുയോജ്യമായിരിക്കണം. എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അപകട സാധ്യത അത് കുറയണം, അല്ലേ? അങ്ങനെ വേണം. അതിന് അനുയോജ്യമായിരിക്കണം എന്ന് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ചെക്ക് the efficiency of the method of disinfection and sterilization and the efficiency of the system. efficiency എന്നാണ് പറഞ്ഞേക്കുന്നത്. എഫിഷ്യൻസി തന്നെയാണ്, കാര്യക്ഷമതയാണ് കേട്ടോ, കാര്യക്ഷമത. ആ മെത്തേഡ് എഫിഷ്യൻസി തന്നെയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മീനിങ് സെയിം തന്നെയാണ്, കാര്യക്ഷമത. അതായത് നമ്മൾ ആ ഡിസിൻഫെക്ഷൻ നടത്തുന്ന മെത്തേഡുകളിലെ അതിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും കാണിച്ച് ചെയ്താൽ പോരാ, ആ മെത്തേഡ്, ആ ഡിസിൻഫെക്ഷൻ മെത്തേഡുകള്, അതിന്റെ എഫിഷ്യൻസി, അതായത് കാര്യക്ഷമത ചെക്ക് ചെയ്യണം. ആൻഡ് then sterilization, disinfection and sterilization. അത്രയും നോക്കാം. ഡിസിൻഫെക്ഷൻ മെത്തേഡുകള്, സ്റ്റെറിലൈസേഷൻ മെത്തേഡുകള്, അതിന്റെ കാര്യക്ഷമത നമ്മൾ ചെക്ക് ചെയ്യണം. ആ മെത്തേഡിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. ആൻഡ് എഫിക്കൻസി ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും നമ്മൾ ചെക്ക് ചെയ്യണം. മെത്തേഡിന്റെയും ആ സിസ്റ്റത്തിന്റെയും കാര്യക്ഷമത ചെക്ക് ചെയ്യണം. പേജ് നമ്പർ എത്രയാണ്? 56 ആണ്. 57 അല്ലേ? ഓക്കെ. ഡെവലപ്പ്. അപ്പൊ അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? നമ്മൾ ആ മെത്തേഡിന്റെ, ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെയും ആ ഒരു സിസ്റ്റത്തിന്റെയും കാര്യക്ഷമത ചെക്ക് ചെയ്യണം.
അടുത്തത് ആറാമത്തെ നോക്കിയേ, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ as well as other categories of staff. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞ എന്താണ്, ഡെവലപ്പ് ടു എൻഹാൻസ്. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മെച്ചപ്പെടുത്തുക. ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, ഹോസ്പിറ്റലിന്റെ ക്ലീൻനെസ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ വികസിപ്പിക്കുക. അതെങ്ങനെയായിരിക്കണം, ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം. അതൊരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം ക്ലീൻനെസ് എന്ന് പറയുന്നത്. ആർക്കടെ, ഫോർ ദ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് പേഴ്സണൽ as well as other categories of staff. ഹോസ്പിറ്റൽ, മെഡിക്കൽ, നഴ്സിംഗ്, ഹെൽത്ത് പേഴ്സണൽസ്, അതുപോലെ മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകളുടെയൊക്കെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ, അത് ആക്കണം ഏത് ക്ലീൻനെസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു ടീച്ചിങ്ങില് എന്തുകൂടി ഉൾപ്പെടുത്തണം, ക്ലീൻനെസ് എന്താണ്, ക്ലീൻനെസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ആ ഒരു ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും കൂടിയും ആ സ്റ്റാഫിനും കൂടിയും അവയർനെസ് കിട്ടൂലേ. അപ്പൊ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി കെയർ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ആ ഒരു റോളിന് പറയുന്നതാണ്. എന്താണ്, നമ്മള് ഹോസ്പിറ്റലിലെ നഴ്സിന്റെ ആണെങ്കിലും നഴ്സിംഗ്, മെഡിക്കൽ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകളുടെ, മറ്റു കാറ്റഗറിയിലുള്ള സ്റ്റാഫുകളുടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, അവർക്കൊക്കെ അതേക്കുറിച്ചൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് അല്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ക്ലീൻനെസ്സും കൂടി അതിന്റെ ഭാഗമാക്കണം. എല്ലാവർക്കും ഓൾറെഡി അവയർനെസ് കാര്യങ്ങൾ തന്നെ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റത്തെ ഏഴാമത്തെ പോയിന്റ് എന്താ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ്, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ലീഡർഷിപ്പ് സഹായം നൽകുക. പിന്നെ അതുപോലെ പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ചെയ്യുക എന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിദഗ്ധമായിട്ടുള്ള വിശകലനവും അവർക്ക് വേണ്ട നേതൃത്വവും പ്രൊവൈഡ് ചെയ്യുക. Provide expert analysis and leadership assistance for the smaller institution. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് എന്ത് ചെയ്യുക, ലീഡർഷിപ്പ് സഹായവും അവർക്ക് അതുപോലെ വേണ്ട വിദഗ്ധ വിശകലനവും നൽകുക. അപ്പൊ അത്രയാണ് റോള് വരുന്നത്. ഇത് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഒന്നാമത്തേൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊരു വേർഡ് അവിടെ കിടക്കുന്നില്ല. അതായത് ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും ഏകോപിപ്പിക്കുകയും അതിനുവേണ്ട ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ അടുത്തതാണ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി, ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ ഉപയോഗത്തെ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന പ്രാക്ടീസുകളൊക്കെ ആ പേഷ്യന്റിന്റെ അപകട സാധ്യത അതിന്റെ ലെവലിന് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന്റെ അനുസരിച്ച് അവർക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയണം. അതിന് അനുയോജ്യമായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ സിസ്റ്റത്തിന്റെ കാര്യക്ഷമത അതും ചെക്ക് ചെയ്യുക. പിന്നെ അടുത്തത് പറഞ്ഞത് മെഡിക്കൽ, നഴ്സിംഗ്, അസോസിയേറ്റഡ് പേഴ്സണൽ, അതർ കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾ ഇവർക്ക് ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി തന്നെ മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്.
പിന്നെ അടുത്തത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ലീഡർഷിപ്പ് അസിസ്റ്റന്റ് ഇതൊക്കെ സഹായവും അതുപോലെ അവർക്ക് വിദഗ്ധമായിട്ടുള്ള വിശകലനവും പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് എക്സ്പേർട്സ് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? 7 പോയിന്റ് റോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലോ അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ പെട്ടെന്ന് പോയിന്റ് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞൊരു സെക്ഷനുള്ള ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഒരേ ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഓൺ ആക്കാൻ. ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യിക്കാറുണ്ട്. പ്രാക്ടിക്കൽ പോലെ ക്ലാസ് ഇപ്പൊ നമുക്ക് ഏകദേശം സെക്കൻഡ് മൊഡ്യൂളിൽ തീരാറായി. ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് ബാലൻസ് വരുള്ളൂ. എല്ലാ ടീച്ചേഴ്സിന്റെയും ഓരോന്നോറ്റ് അത്രയൊക്കെ വരുമെന്ന് തോന്നുന്നത്. മൊഡ്യൂൾ ഏകദേശം കഴിയാറായി. ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളെ കാണാനുള്ള ഒരു ചാൻസും കൂടിയാണ്. നിങ്ങൾക്ക് പറ്റുന്നവര് ക്യാമറ ഓൺ ആക്കി വെക്കുക. നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലൊന്ന് ചെയ്ത് നോക്കാം. ഫുൾ ഇങ്ങനെ പറഞ്ഞ് അപ്പൊ നമുക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ ക്ലാസ്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യിക്കാറുണ്ട്. അവര് വീഡിയോ ഓൺ ആക്കാറുണ്ട്. എനിക്കൊന്ന് കാണാലോ നിങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാലെങ്കിലും എന്റെ കുട്ടികളാന്ന് എനിക്ക് പറയണ്ടേ. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കി നോക്കി. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളാണ്. ജസ്റ്റ് നമുക്ക് ക്ലാസ്സിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. വെറുതെ ഒന്ന് ചെയ്യണുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും സോപ്പും വെള്ളവും ഇട്ട് ചെയ്യാനുള്ള ഏതാണ് 16th ബാച്ച് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞവര് ഒരു കുട്ടി വേഗം പോയി വെള്ളം എടുത്ത് ലിക്വിഡ് ഒക്കെ എടുത്ത് റെഡി കഴിയും. ഞാൻ അയ്യോ മോളെ കഴുകൊന്നും വേണ്ട, വെറുതെ നമുക്ക് കൈ കൊണ്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ ജസ്റ്റ് ആരാ ആദ്യം ഓണാക്കണേ ക്യാമറ? ചിലർക്ക് ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ പ്രശ്നമില്ല. അടിപൊളി. ആരാണത്? പേരൊന്ന് മെസ്സേജ് ചെയ്യോ? ജിജി. ഓക്കെ, നല്ല സുന്ദരികളായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ക്ലാസ്സില്. വീട്ടിൽ തന്നെയല്ലേ? ബസ്സിൽ ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. അതിന് പറ്റുന്നവര്, അതല്ലേ ഞാൻ നിർബന്ധിക്കാത്ത, പറ്റുന്നവര് ഉണ്ടെങ്കിൽ അനിമ എന്നാണോ? രണ്ടുപേര് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്. മോളെ വേഗം ഇവിടെ വന്ന മോളെ ഉറക്കാണ് പറ്റുന്നത്. ജസ്റ്റ് ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ്. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ തന്നെയല്ലേ കയറിയേക്കണേ. ഓക്കെ, അടുത്ത ആൾ ഇവിടെ വന്നിട്ട് ഓരോരുത്തരൊക്കെ കേട്ട് നിൽക്കണ്ട്. അശ്വിനി കുട്ടിയാണ് അടുത്ത് ക്യാമറ തങ്കുടിയെ കളിച്ചിട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണ്ടല്ലോ. ഓക്കെ, നിസാനൊക്കെ എല്ലാത്തിനും പെട്ടെന്നൊക്കെ കമ്പനി. ജിജിനെ കണ്ടു. ജിജിയൊക്കെ എപ്പോഴും മെസ്സേജ് ഇടുന്ന കുട്ടികളാണ് കേട്ടോ. ഓക്കെ, രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. പ്രശ്നമില്ല. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മള് കുറച്ച് പോയിന്റ്സ് കൊടുത്തേക്കണേ. കണ്ടില്ലേ നിങ്ങൾ ആ ടെക്സ്റ്റില് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ ബുള്ളറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് താഴെയാണെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് അവിടെ കൊടുത്തേക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ പോയിന്റ്സ് പറയുന്ന പോയിന്റ്സ് ഇല്ലേ, ആ പോയിന്റ്സിന്റെ കറക്റ്റ് പിക്ചർ അല്ല ശരിക്കും അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോയിന്റ്സ് വായിക്കുമ്പോൾ ആ പിക്ചർ വേണമെങ്കിൽ ഒന്ന് അവിടെ നമ്പർ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ നമുക്ക് ആ പടം കാണുമ്പോഴും ഇത് ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. എക്സാമിന് ഇതിന്ന് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഇത് നീ ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി. ഓക്കെ, മിന്നുകുട്ടി ഇതേ പെട്ടെന്ന് പോയി മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നാണ്. അതാണ് ക്യാമറ ഓൺ ആക്കാനായിട്ട് ഒരു ഇച്ചിരി താമസം കരുതാറില്ല കേട്ടോ. ഓക്കെ, പ്രശ്നമില്ല. എന്താണ് അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് ബുള്ളറ്റ് ഇട്ട് കൊടുത്ത് വേണം നിങ്ങൾ നമ്പർ കിട്ടോ. 1 2 3 എന്ന് പറഞ്ഞാൽ 9 പോയിന്റ് ഒക്കെ കാണിച്ചേക്കുന്നത് അവിടെ. ആ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ആര്യക്കുട്ടി ഇതേ വന്നതിന്റെ അടുത്ത ആള്. ഓക്കെ, എല്ലാവരും ഭയങ്കര സുന്ദരികളാട്ടാ. ഓക്കെ, ഇവിടെ നമ്മുടെ എല്ലാ ഗേൾസ് മാത്രമേ ഉള്ളൂ, ബോയ്സ് ആയിട്ടില്ലേ നമ്മുടെ. ഓക്കെ, നിങ്ങളെ ആ പോയിന്റ്സ് വേണമെങ്കിൽ നമ്പർ ഇട്ടോ.
എന്നിട്ട് ആ പിക്ചറിൽ വേണമെങ്കിൽ നിങ്ങൾ ആ പോയിന്റിന് വേണമെങ്കിൽ പിക്ചറിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോ. പിക്ചർ കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് ഒരു 5 ആ പോയിന്റിൽ 5 എണ്ണമാണ് പിക്ചറിൽ കൊടുത്തേക്കണേ. ബാക്കിത്തെ വേറെ പോയിന്റ്സും പിക്ചറിൽ കാണിച്ചേക്കുന്നത് വേറെയാണ്. അപ്പൊ നിങ്ങൾ ആ പോയിന്റിന് ആദ്യം നമ്പർ ഇട്ട് വെക്കുക. 1 to 9 9 പോയിന്റ് 1 2 3 എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ അവിടെ കുഞ്ഞിതായിട്ട് പെൻസിൽ കൊണ്ടാണെങ്കിലും മതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി അത്രേ ഉള്ളൂ. പോയിന്റിന്റെ കറക്റ്റ് പിക്ചർ അല്ല അവിടെ താഴെ കൊടുത്തേക്കണേ. അതുകൊണ്ടാണ് 1 to 9 നമ്പർ ഇട്ടില്ലേ. നമ്പർ ഉണ്ടോ നിങ്ങൾക്കിടയില്? ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തേക്കണം ബുള്ളറ്റാട്ടോ. അപ്പൊ പ്രശ്നമില്ല, നമ്പർ തന്നെ കൊടുത്തേല്ലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. നോക്കോട്ടോ. അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നേക്കുന്നത്? adequate amount of solution we take in your hand. അപ്പൊ അതിന് മുന്നേ കൈ നനയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അത് പിക്ചർ നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പോയിന്റും ആ പോയിന്റിന്റെ കറക്റ്റ് പിക്ചർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ അത് ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് ആ പിക്ചർ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവുകയും ചെയ്യാം. ഫസ്റ്റത്തെ പോയിന്റ് തന്നേക്കുന്നത് എന്താണ്? adequate amount of solution we take in your hand. ഏത് സൊല്യൂഷൻ ആണെങ്കിലും കുഴപ്പമില്ല. സൊല്യൂഷൻ ഒക്കെ എല്ലാവരും കയ്യിലെടുത്തോ. എന്റെ കൈ കാണണ്ടോ? ഞാനിവിടെ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നത് കുറച്ച് നിങ്ങൾ കാണും. എന്റെ കൈ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കയ്യിൽ ഞാൻ ഇവിടെ എടുത്തേണ്ട adequate amount of solution take in your hand. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. നമ്മൾ ഏതാണോ സൊല്യൂഷൻ അത് നമ്മൾ കൈകളിലേക്ക് എടുക്കുക. ഓക്കെ, എടുത്തു വെച്ചാൽ എല്ലാവർക്കും കയ്യിൽ കിട്ടിയില്ലേ സൊല്യൂഷൻ? അവിടെ ഇരുന്നോട്ടെ, ശരിക്കും എടുക്കണ്ട, വെറുതെ ചെയ്താൽ മതി. നെക്സ്റ്റ് നോക്കിയേ, rub palm to palm with the fingers interlocked. ഇന്റർലോക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തമ്മിൽ പിണയുക അല്ലെ? rub palm to palm with the fingers interlocked. അത് നിങ്ങളുടെ പിക്ചറില് ആ ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് തന്നെയാണ്. കണ്ടോ? അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. നമ്മുടെ ആ ഹാൻഡ് സർഫസ് കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും സോപ്പ് സൊല്യൂഷൻ എടുക്കണം നമ്മൾ. ഇതാണ് ഒന്നാമത്തെ കറക്റ്റ് തന്നെയാണ്. ഒന്നാമത്തെ പോയിന്റും ഒന്നിട്ട് പിക്ചറിൽ കാണിച്ചേക്കുന്നത് ഒന്നെന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എന്താ പോയിന്റ് നമ്മൾ പറഞ്ഞത്? adequate amount of solution we take in your hand. കയ്യില് നമ്മൾ സൊല്യൂഷൻ എടുക്കുക. ഇനി അത് തന്നെ ഒന്നാമത്തെ പോയിന്റ് ആണ്, അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ദ ഹാൻഡ് സർഫസ്. നമ്മുടെ ഹാൻഡ് സർഫസ് കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ആ സോപ്പ് നമ്മൾ എടുക്കുക. കുട്ടികൾ എടുക്കണ അത്രയൊന്നും വേണ്ട കേട്ടോ. അവർ ലിക്വിഡ് അങ്ങോട്ട് എടുത്ത് നിറച്ചും പറിച്ചു വെക്കും അല്ലെ? അത്രയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ സർഫസ് ക്ലീൻ ആവുന്ന രീതിയിലുള്ള സൊല്യൂഷൻ എടുത്തു. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഇന്റർലോക്ക്. ഫിംഗേഴ്സ് തമ്മില് പിണിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക. പാം ടു പാം. അത് നിങ്ങളുടെ പിക്ചറിൽ നാലാമത്തെയാണ് കാണിച്ചിരുന്നത്. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. ഇന്റർലേസ്ഡ് എന്ന് പറഞ്ഞാലും ഇന്റർലോക്ക്ഡ് തന്നെയാണ്, തമ്മിൽ പിണയുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾ കണ്ടോ ആ പിക്ചറില് 4 കാണിച്ചിട്ടില്ലേ? അവിടെ നിങ്ങൾ 2 എഴുതി വെക്കുക കേട്ടോ. അതാണ് നമ്മുടെ പോയിന്റില് രണ്ടാമത്തെ ആണ് പിക്ചറിൽ 4 എന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് പോയിന്റ് വായിക്കുമ്പോ ആ പിക്ചർ കറക്റ്റ് പിക്ചർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയണേ കേട്ടോ. ഇത് വെട്ടണം എന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എടുത്തു വെച്ചാൽ മതി. അതായത് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, 4ാമത്തെ പോയിന്റ് അത് രണ്ടാമത്തെയാണ്. പോയിന്റ് വായിക്കുമ്പോൾ രണ്ടാമത്തെയാണ്. കണ്ടോ എങ്ങനെയാ നമ്മൾ ചെയ്യണേ? പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലൈസ്ഡ്. കണ്ടോ പാംസുകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? കൊറോണയൊക്കെ വന്നപ്പോ ഹാൻഡ് വാഷ് എങ്ങനെയാ? നമ്മുടെ പാംസ് ഫിംഗേഴ്സ് തമ്മിൽ ഇന്റർലൈസ് ചെയ്യുന്ന രീതിയിൽ, തമ്മിൽ പിണയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മൾ കഴുകുക. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ പോയിന്റ് നോക്കിയേ, ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാം വിത്ത് ദ ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. അത് നിങ്ങളുടെ പിക്ചറിൽ 5ാമത്തെയാണ്. അതായത് 5 എന്നുള്ളോട്ട് 3 എഴുതിക്കോ. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാം വിത്ത് ദ ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. കണ്ടോ ഫിംഗേഴ്സ് എങ്ങനെ നമ്മൾ ചെയ്യുക? തിരിച്ചും ചെയ്യുക. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് ഇങ്ങനെയും ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് വേഗം കുട്ടി കുളിച്ച് കുറിയൊക്കെ തൊട്ടത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓരോരുത്തരെ ക്യാമറ ഓപ്പൺ ആക്കി വരുന്നുണ്ട്. ഓക്കെ,
അപ്പൊ എങ്ങനെയാണ് ജസ്റ്റ് എനിക്ക് നിങ്ങളൊന്ന് കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്യാമറ ഒന്ന് ഓണാക്കാൻ വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താ പറയുക, അഞ്ചാമത്തെ പോയിന്റ് അല്ലേ നമ്മള് അഞ്ചാമത്തെ പിക്ചറിൽ അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ്. റബ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലൈസ്ഡ്. കണ്ടോ, ഇങ്ങനെ ചെയ്യുക. ബാക്കിൽ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കി, റൊട്ടേഷണൽ റബ്ബിംഗ് of the right thumb gripped with the left thumb and vice versa. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ചെയ്യുക. അത് നിങ്ങളുടെ പിക്ചറിൽ നമ്മുടെ ആറാമത്തെയാണ് 4, പോയിന്റ് 4 കേട്ടോ. 6 എന്നുള്ളത് പോയിന്റ് 4ാമത്തെ പോയിന്റ്. അപ്പൊ 6ന്റെ അവിടെ നിങ്ങൾ ഒരു 4 കൂടി ഇട്ട് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ്. Rotational rubbing of the left thumb clasped in the right palm and vice versa. Rotational ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. നമ്മള് ഈ തമ്പ് ഇങ്ങനെ അതുപോലെ തിരിച്ചും റൊട്ടേഷണൽ ഈ രീതിയിൽ നമ്മൾ റബ് ചെയ്യുക. അതാണ് 4ാമത്തെ പോയിന്റ് കേട്ടോ, റൊട്ടേഷണൽ റബ്ബിംഗ്. ഇതിപ്പോ 2 വൈസ് വേഴ്സ ഇതുപോലെ ഇതും ചെയ്യുക. റൈറ്റ് ലെഫ്റ്റ് രണ്ടും അങ്ങനെ മാറി മാറി അങ്ങനെ ചെയ്യുക. Rotational rubbing of the left thumb clasped in the right palm and vice versa. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ. Rotational rubbing backward and forward with the clasped finger of the right hand in the left palm and counterwise. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുക. അഞ്ചാമത്തത് നിങ്ങളുടെ 7 പിക്ചറിൽ 7 എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ പോയിന്റ്. Rotational rubbing backward and forward with the clasped fingers of right hand in left palm and vice versa. എങ്ങനെയാണ് റൊട്ടേഷണൽ? കൈ ഇങ്ങനെ വെച്ചു, നമ്മൾ ഫിംഗേഴ്സ് ചുരുക്കി പിടിച്ചു, ഇങ്ങനെ ചെയ്യുക. കണ്ടോ, അതുപോലെ തിരിച്ചു നമ്മൾ ഇങ്ങനെ ചെയ്യുക. 2 കൈയിലും ചെയ്യുക. റൊട്ടേഷണൽ റബ്ബിംഗ്. ഓക്കെ, ആദ്യം ചെയ്യണേ റൊട്ടേഷണൽ റബ്ബിംഗ്. കണ്ടോ, തിരിച്ചും ചെയ്യുക. Rotational rubbing backward and forward with the clasped fingers of the right hand in left palm and vice versa. Okay. അടുത്തത് നോക്കിയേ, 6ാമത്തെ പോയിന്റ്, rub both wrist rotationally. നമ്മുടെ 2 അപ്പൊ അത്രേ ഉള്ളൂ ആ പിക്ചറിൽ ശരിക്കും കാണിച്ചേക്കുന്നത് കേട്ടോ. ആ നമ്മുടെ പോയിന്റില് 5 പോയിന്റ് അത് ആണ് പിക്ചറിൽ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ അത് തന്നെ, പിന്നെ 4ാമത്തെ പിക്ചർ ആണ് 2 എന്ന് പറഞ്ഞത്, 5ാമത്തെ 3, 6ാമത്തെ പിക്ചർ 4ാമത്തെ പോയിന്റ്, 7ാമത്തെ പിക്ചർ നമ്മൾ 5ാമത്തെ പോയിന്റ്. ഇനി അടുത്തത് നോക്കിയേ, 6ാമത്തെ നോക്കിയേ, റബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. നമ്മുടെ 2 കൈത്തണ്ടയും നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ റബ് ചെയ്യുക. റബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. കണ്ടോ, അടുത്ത് നോക്കിയേ, റബ് nails by using a soft brush. ചെയ്യാറില്ലേ ക്യൂടെക്സ് ഒക്കെ ഇടുമ്പോ, നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോ നല്ല ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് നെയിലൊക്കെ നന്നായിട്ട് മിനുക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് അല്ലെ, നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് നെയിൽസ് ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. നമ്മുടെ നഖങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അടുത്തത് നോക്കിയേ, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ കൈകള് നന്നായിട്ട് കഴുകുക. പിന്നെ എന്താ, close water taps with the elbow and dry hands thoroughly. ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കൈ പിടിച്ചിട്ട് ടാപ്പ് ഓഫ് ചെയ്താൽ അവിടെ എന്തെങ്കിലും ജെർസോ എന്തെങ്കിലും വീണ്ടും നമ്മളുടെ കയ്യിലേക്ക് വരൂലേ. അപ്പൊ അതുകൊണ്ട് എന്താ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൈകൊണ്ട് ടാപ്പ് ഓഫ് ചെയ്യാൻ പാടില്ല. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്, എൽബോദ കൈമുട്ട് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ കൈമുട്ട് വെച്ചിട്ട് ടാപ്പ് വളരെ എന്ത് ചെയ്യാ, ക്ലോസ് ചെയ്യാനാണ് കേട്ടോ. ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറവില്. എന്നിട്ട് കൈകള് നന്നായിട്ട് തുടയ്ക്കുക. അപ്പൊ അത്രയാണ് പോയിന്റ് കൊടുത്തേക്കുന്നത്. ഇനി ആ പിക്ചർ നോക്കിയേ, ജസ്റ്റ് പിക്ചറും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. 0 എന്ന് പറഞ്ഞ് കാണിച്ചാൽ വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. കൈ നമ്മള് വെള്ളം ഒഴിച്ച് നനയ്ക്കുക ആദ്യം. എന്നിട്ട് രണ്ടാമത്തേല അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ദ ഹാൻഡ് സർഫസ്. എല്ലാ സർഫസും കവർ ചെയ്യുന്ന രീതിയിൽ സോപ്പ് അപ്ലൈ ചെയ്യുക. അടുത്ത് നോക്കിയേ, റബ് ഹാൻഡ്സ് പാം ടു പാം. പാം ടു പാം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ റബ് ചെയ്യുക. മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞ റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോർസം വിത്ത് ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വെർസ. കണ്ടോ, ഇതിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുക.
അടുത്തത് ബാക്ക് ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്. നമ്മള് ഫിംഗേഴ്സ് തമ്മിൽ പിടുക. ആദ്യം നമ്മൾ ഒരു കൈയുടെ മുകളിലാണ് ഇത് വെച്ചത് കേട്ടത്, ഇങ്ങനെ വെച്ചത് വെച്ചിട്ട് ഇതൊന്ന് ഫിംഗേഴ്സ് തമ്മിൽ പിണയുന്ന രീതിയിൽ ചെയ്യുക. അടുത്ത് നമ്മൾ പറഞ്ഞു ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് അതാണ് റൊട്ടേഷണൽ റബ്ബിംഗ്. കണ്ടോ, റൊട്ടേഷണൽ റബ്ബിംഗ് നമ്മൾ ചെയ്തു. ഓഫ് ദ ലെഫ്റ്റ് തമ്പ് ക്ലാസ്ഡ് ഇൻ റൈറ്റ് പാം ആൻഡ് വിസ്. പിന്നെ അടുത്ത് നോക്കിയേ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് ഫിംഗേഴ്സ് ടു റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വെർസ. പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, മീൻസ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ച് കൈകൾ നന്നായിട്ട് കഴുകുക. ഡ്രൈ തറോലി വിത്ത് എ സിംഗിൾ, പിന്നെ എന്താ ഒരു കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ട് കൈ നന്നായിട്ട് തുടയ്ക്കുക. പിന്നെ യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോക്കറ്റ്. ഫോക്കറ്റ് എന്ന് പറയുന്നത് ടാപ്പ് തന്നെയാണ്, ഫോസെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫോസെറ്റ് ടാപ്പ് ഓഫ് ചെയ്യാൻ നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, പിക്ചറിൽ പറഞ്ഞത് ടവൽ ഉപയോഗിക്കാം. എന്തായാലും കൈ കൊണ്ട് ഡയറക്റ്റ് കൈ കൊണ്ട് പിന്നെ ടാപ്പ് പിടിക്കരുത്. ഒന്നില്ലെങ്കിൽ നമ്മൾ പോയിന്റിൽ പറഞ്ഞത് എൽബോയാണ്, ഇവിടെ എന്താണ് നമ്മൾ ആ ടവൽ ഉപയോഗിച്ചിട്ട് തന്നെ ടാപ്പ് ക്ലോസ് ചെയ്യുക. ആതിരക്കുട്ടി എത്തിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അടുത്തത് നോക്കിയേ ലാസ്റ്റത്തെ എന്താ, ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്. അപ്പൊ ഇത്രയും കഴിഞ്ഞ വരുമ്പോഴത്തേക്ക് ഹാൻഡ്സ് സേഫ് ആകും. പക്ഷെ ഇത്രയും രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ. ഹാൻഡ് വാഷ് കൊറോണ വന്നപ്പോ പോലും ഇത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കഴുകും. സാധാ കണ്ണുകളേക്കായി കുറച്ചും കൂടി ഇതാക്കിയാണ്. പക്ഷെ ഇത്രയും സ്റ്റെപ്സുകളാണ് ശരിക്കും ഹാൻഡ് വാഷിന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത്രയും ഒക്കെ ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻഡ്സ് സേഫ് ആയി. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്തവരാണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അരമണിക്കൂർ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഉണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നല്ല ചാപ്റ്റർ ആയിരുന്നില്ലേ ഇത്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ആ റോള് നിങ്ങൾ നോക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരെല്ലാം, അത് ചോദിക്കാം. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞത് പ്രിവെന്റീവ് മെത്തേഡുകളാണ്. ഏതൊക്കെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോഫോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, then additional precautions, antimicrobial surface. എട്ടാമത്തെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അതൊക്കെ നമ്മൾ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡുകളാണ്. പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. പിന്നെ അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് ട്രാൻസ്മിഷൻ മോഡ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികളാണ്. ഫസ്റ്റ് നമ്മൾ ഏതാ, കോണ്ടാക്ട് ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഏതാണ്, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ തന്നെയാണ്. അതിന് രണ്ടായിട്ട് പറഞ്ഞു, ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇൻഡയറക്റ്റ് ഉണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ വരുന്നത് ഏതാ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആൻഡ് വെക്ടേഴ്സ് ബോൺ ട്രാൻസ്മിഷൻ. അതിൽ രണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. 4ഉം 5ഉം പോയിന്റ്സ് കേട്ടോ. പിന്നെ അതിന് മുന്നേ നമ്മൾ ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളത് അത് പോയിന്റ്സ് പറഞ്ഞു. പിന്നെ അതിന് മുന്നേ നമ്മൾ സോഴ്സ് ആണ് കേട്ടോ, ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സ് എവിടെയൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ നമുക്ക് വരിക അത്. പിന്നെ അടുത്തത് സിംറ്റംസ് ആണ്, എന്തൊക്കെയാണ് സിംറ്റംസ്. പിന്നെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ആർക്കൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ബാക്കിൽ നിന്നായിട്ട് പോയേ. ഓക്കെ അല്ലേ ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ ആണ് ആംബുലൻസ് സർവീസ്. ആംബുലൻസ് ആണ് നല്ല സൂപ്പർ ചാപ്റ്റർ ആട്ടോ, നല്ല കേട്ടിരിക്കാനും ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള. മോർച്ചറി കഴിഞ്ഞോ നിങ്ങളുടെ, മോർച്ചറി കഴിഞ്ഞോ? യെസ്, മോർച്ചറി കഴിഞ്ഞല്ലേ. ഇനി അപ്പൊ നമുക്ക് നേരെ മോർച്ചറി ചെയ്ത് നമുക്ക് എങ്ങോട്ട് പോകാം, ആംബുലൻസിലേക്ക് പോകാം. ചാപ്റ്റർ എത്രയാണ്, 12 ആണോ? ടെർമിനോളജിക്ക് 11 ആണ്. ഓക്കെ, ഓക്കെ. ആംബുലൻസ് സർവീസസ് കേറിയിട്ടുണ്ടോ നിങ്ങള്? ആംബുലൻസിൽ കയറിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട്. അനിമ കയറിയിട്ടുണ്ട്. ഇല്ല, ജിജി കയറിയിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ നേഹ കയറിയിട്ടുണ്ട്. എന്താ ശരിക്കും ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട്, അനില പറഞ്ഞിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഓക്കെ, ആംബുലൻസ് എന്താണ്?
ആംബുലൻസ് സർവീസ്. പല ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. ഇനി ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ടൈപ്പാണ്? നമ്മൾ സാധാ ആംബുലൻസ് എന്ന് പറയും, പക്ഷെ അതിനെ തന്നെ അതിന്റെ ഫെസിലിറ്റി അനുസരിച്ചും ഒക്കെ നമ്മൾ പല ടൈപ്പ് ആംബുലൻസുകൾ തിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും, നമ്മൾ പഠിച്ചേക്ക് വരുന്നതാണോ, നമ്മൾ പഠിച്ചതാണോ എന്നൊക്കെ. ഓക്കെ, ആംബുലൻസ് എന്ന് പറഞ്ഞ എന്താണ്? ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് എമർജൻസി സിറ്റുവേഷൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന്, സാധാരണ നമ്മൾ കാറിലും ഇതൊക്കെ പോകുന്നതിനേക്കാളും അല്ലെ സേഫ് ആണ്, നമുക്ക് പെട്ടെന്ന് പേഷ്യന്റിനെ സേഫ് ആയിട്ട് തന്നെ എത്തിക്കാൻ പറ്റും. ആംബുലൻസ് ഫാസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ പല ടൈപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ നമ്മൾ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ which transport the patient to treatment facilities such as hospital. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ, അതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. സാധാരണ വാഹനമല്ലല്ലോ. ഇപ്പൊ എല്ലാ ഫസ്റ്റ് എ ടൈപ്പിലൊന്നും നമുക്ക് അങ്ങനെ ഫെസിലിറ്റി അധികം ഇല്ല, എങ്കിലും മോസ്റ്റ് മറ്റുള്ള ഇതിനകത്തൊക്കെ സി ഡി ടൈപ്പിലൊക്കെ ആംബുലൻസ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് അതിന്റെ ഉള്ളില് എന്തുണ്ട്? ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും നമുക്ക് അവർക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റൂല. CPR ഇപ്പൊ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അയ്യോ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടറോട് കൂടി കൊണ്ടുപോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ മാറ്റിയിട്ട് അവിടെ ചെന്ന് വെച്ചാൽ മതിയോ? അവിടെ തന്നെ വെക്കാനായിട്ട് ആളുണ്ടാവില്ല അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ട് കൊണ്ട് അവരെ കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അതേ കെയർ തന്നെ കൊടുത്ത് വേണം കൊണ്ടുപോകാൻ. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഓക്സിജൻ സിലിണ്ടർ വെച്ച് പോകുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അത് ആ ഒരു ഫെസിലിറ്റി നമ്മൾ എങ്ങനെയാണോ റൂമിൽ കിടക്കുന്നത് ആ ഒരു സംവിധാനത്തോടുകൂടി, അതാ പറഞ്ഞത് ഏറ്റവും ഡീ ടൈപ്പിൽ അഡ്വാൻസ്ഡ് ടൈപ്പാണ്. അതിൽ ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ICUയിൽ എങ്ങനെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളത് അതേ ഫെസിലിറ്റി ഉണ്ടാവും, അതേ എല്ലാ സൗകര്യങ്ങളും അതിന്റെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ വളരെ കെയറോടുകൂടി അടുത്ത ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ അധികം ഫെസിലിറ്റി ഇല്ലാത്ത സാധാ ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഇതൊരു മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ, വൈദ്യശാസ്ത്രപരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. നമ്മുടെ സാധാരണ ഉള്ള വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാളും ഏറ്റവും സേഫ് അല്ലേ? പെട്ടെന്ന് നമുക്ക് എത്തിക്കാം. ആംബുലൻസ് ആണെങ്കിൽ പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് നമുക്ക് അവരെ വേഗത്തിൽ തന്നെ എത്തിക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, ഒരു സെക്കൻഡ് വരെയും നമുക്കൊരു ജീവന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എത്തിക്കാൻ പറ്റുമോ അത്രയും അവർക്ക് എന്താ പറയാ സേഫ് ആണ് അവരുടെ ജീവിതം. അപ്പൊ എന്താ സേഫ് ആക്കാൻ പറ്റും. ബ്ലോക്കിൽ കിടക്കേണ്ട. സരിയാണ്, ആംബുലൻസിന് നമ്മൾ എല്ലാ വാഹനവും മാറ്റി കൊടുത്തോളാം പോകുമ്പോ അല്ലെ. വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകാനാണ്, അത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകാനാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ. ഡാഷ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ വെഹിക്കിൾ ഏതാണ്? മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ഏതാണ്? ആംബുലൻസ് ആണ്. which transport the patient to treatment facilities such as hospital. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. Typically, out of the hospital, medical care is given to the patient during the transport. ഇനി ഹോസ്പിറ്റലിന്റെ പുറത്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് എന്തുകൂടി കൊടുക്കും? മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വരാം. ആ ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കേണ്ടി വരാം. അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് ഓൺ ദ വേ കൊണ്ടുപോകുന്ന സമയത്തും ചിലപ്പോ ആ കെയർ കൊടുക്കേണ്ടി വരാം. അപ്പൊ അങ്ങനെ ആണ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. അപ്പൊ ആംബുലൻസിൽ എന്തിനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട്? ആ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള ആ ഫെസിലിറ്റി കൂടി ഉണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആംബുലൻസിനുണ്ട്.
Ambulance are used to react to medical emergency by emergency medical services. എങ്ങനെയാണ് എമർജൻസി മെഡിക്കൽ സർവീസസ് EMS അണ്ടർലൈൻ ചെയ്തോട്ടോ, ഒന്ന് നോട്ട് ചെയ്തേ. Okay, ambulance are used to react മെഡിക്കൽ എമർജൻസീസ് ബൈ എമർജൻസി മെഡിക്കൽ സർവീസുകൾ. മെഡിക്കൽ എമർജൻസി എങ്ങനെയാ എമർജൻസി മെഡിക്കൽ സർവീസുകളായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കുന്നു. അതായത് മെഡിക്കൽ സർവീസ് എമർജൻസി സർവീസും നമുക്ക് ആംബുലൻസിൽ കിട്ടും. ആംബുലൻസിൽ അതിനുവേണ്ടി ആംബുലൻസ് ഉപയോഗിക്കുന്നു. They can swiftly transport paramedics and other first responder to the scene. ഇനി എന്താ they can swiftly transport paramedics. പാരാമെഡിക്സ് ആരാ ഡോക്ടേഴ്സിനെയും നഴ്സിനെയും ഒക്കെ അവർക്കുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ ഡോക്ടറും നഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് ആര് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അവരെ അതുപോലെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് കേട്ടോ, താഴെ വരുന്നുണ്ട്. എ പേഴ്സൺ who react the first at the scene of the incident. ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അദ്ദേഹത്തിന് CPR കൊടുക്കാനുള്ള ആ ഒരു ട്രെയിനിങ് കിട്ടിയ വ്യക്തിയായിരിക്കും. ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ നമ്മൾ ആംബുലൻസിൽ പോകുമ്പോൾ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറും കൂടി അല്ലെങ്കിൽ ഒരാളും കൂടി ഉണ്ടാവും. അയാൾക്ക് എന്താണ് അവിടെ CPR, പെട്ടെന്ന് അവർക്ക് CPR ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കും. എ പേഴ്സൺ who reaches, അടുത്ത പേജിലിട്ട് ഇത് വരുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് റെസ്പോണ്ടിൽ വരുന്നുണ്ട്. എ പേഴ്സൺ who reaches first at the scene of an incident, അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുക. ടു ഗിവ് early critical care. അത് CPR പോലെയുള്ള ആ ഒരു പരിചരണം കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ, സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി. അപ്പൊ പാരാമെഡിക്സിനെയും അതുപോലെ ഫസ്റ്റ് റെസ്പോണ്ടറിനെയും ഒക്കെ ആക്സിഡൻസ് ആ സംഭവ സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് സഹായിക്കുന്നു. ആൻഡ് ദെൻ ക്യാരി equipments for administrating emergency care and transport patient to the hospital or to the deputy care. പിന്നെ എന്താ അതിന്റെ കൂടെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ അല്ലെ, ഓക്സിജൻ സിലിണ്ടർ അങ്ങനെ ഇത് പറയുന്നുണ്ട്. ഓരോ ടൈപ്പിലും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സക്ഷൻ മെഷീന്, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള മെഷീൻസുകൾ കൊണ്ടുപോകാൻ, അതുപോലെ പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കെയർ സെന്റേഴ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, പെട്ടെന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ, അതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, is used to react the medical emergency. മെഡിക്കൽ എമർജൻസിയോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്, റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അവിടെ പേഷ്യൻസിനെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഈ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാൻ ഈ പാരാമെഡിക്സിനെയും ഫസ്റ്റ് റെസ്പോണ്ടറെയും ആ സംഭവ സ്ഥലത്തേക്ക് വേഗത്തിൽ കൊണ്ടുപോകാനും ഒക്കെ ഈ ആംബുലൻസ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, the term ambulance come from the Latin word ambulare. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു ലാറ്റിൻ വേർഡ് ആണ്. ആ വേർഡിന്റെ മീനിങ് എന്താ? ആംബുലറെ, AMBULARE. കാണാറുണ്ട് കേട്ടോ. The word ambulance come from the Latin word dash. ആംബുലറെ, AMBULARE. ആംബുലറെ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇനി ആംബുലറെ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ടു വാക്ക് ഓർ മൂവ് എബൌട്ട്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. ടു വാക്ക് ഓർ മൂവ് എബൌട്ട്, അങ്ങനെയാണ് ആംബുലറെ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. ആ ആംബുലറെ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. Which is a reference to early medical care which patients were carried by lifting or wheeling. ഉണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇത് ആദ്യമൊക്കെ നമുക്ക് പണ്ട് പറഞ്ഞ പേഷ്യൻസിനെ നമുക്ക് ഈ
എന്താ വീലിംഗ് വഴി അവരെ എടുത്ത് കൊണ്ടുപോകാനായിട്ട്, ഉയർത്തി കൊണ്ടുപോകാനായിട്ട്. ഇത് പേഷ്യൻസിനെ ലിഫ്റ്റിംഗ് വഴിയോ അല്ലെങ്കിൽ വീലിംഗ് വഴിയോ കൊണ്ടുപോകുന്ന ഒരു പണ്ടത്തെ, ഒരു ആദ്യകാലത്തെ ഒരു മെഡിക്കൽ കെയറിനെയാണ് ഈ വേർഡ് റെഫർ ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. Which is refers to early medical care. എന്താ, where the patients carried out by lifting or wheeling. വീലിംഗ് വഴി അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വഴി പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പണ്ട് കാലത്തെ ഒരു മെഡിക്കൽ കെയറിനെയാണ് ഈ വേർഡ് ആംബുലറി എന്ന് പറഞ്ഞ വേർഡ് മീൻ ചെയ്യുന്നത്. ടു വോക്ക് ഓർ എബോർഡ്. രണ്ട് കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്യണം നമ്മൾ. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആംബുലറി ആണ്. ആംബുലറി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ടു വോക്ക് ഓർ മൂവ് എബോർഡ്. രണ്ടെണ്ണം അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഓക്കെ ആണോ? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഇനി there are so many types of ambulance. പല ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു ചെറിയ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ നോക്കി ഏത് ടൈപ്പ് ആണെന്നനുസരിച്ച്. റോഡിൽ കൂടെ പോകുന്നത് റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്. ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് റോഡിൽ കൂടെ പോകുന്ന ആംബുലൻസുകള്, എയറിൽ കൂടെ പോകുന്ന ആംബുലൻസുകള്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. ഇനി റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്ന ഏതാന്ന് നോക്കി, ഏതൊക്കെയാന്നൊക്കെ? വാൻ ആണ് കേട്ടോ. വാൻസ്, വാനുകള്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്, ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. വാൻസ്, മോട്ടോർ സൈക്കിൾസ്, ബൈസൈക്കിൾസ്, ബസ്സസ്. എയർ ഗോയിങ് ആംബുലൻസിന് ഹെലികോപ്റ്റർ ഓർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, അതൊക്കെ എയർ ഗോയിങ് ആംബുലൻസ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഹെലികോപ്റ്റേഴ്സും എയർക്രാഫ്റ്റും. വാട്ടർ ഗോയിങ് ആംബുലൻസിൽ ഏതാ? ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്പ്. ബോട്ടും ഷിപ്പും ഒക്കെ, ഹോസ്പിറ്റൽ ഷിപ്സ് ഒക്കെ വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ് കേട്ടോ. അത് ആദ്യത്തെ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. റോഡ് ഗോയിങ്, എയർ ഗോയിങ് ആൻഡ് വാട്ടർ ഗോയിങ് ആംബുലൻസ്. ഇനി താഴെ അവിടെ വേറൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന്റെ ഫങ്ഷൻ അനുസരിച്ച്, ഫങ്ഷണൽ ടൈപ്പ് ആണ്. ഫങ്ഷൻ അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ നമുക്ക് 7 തിരിക്കാം, 7 രീതിയിൽ തിരിക്കാം. അതിന്റെ ഫങ്ഷൻ എന്താണ് അത് ആംബുലൻസ് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനം അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 7 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എമർജൻസി ആംബുലൻസുകളുണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസുകളുണ്ട്, ആംബുലൻസ് ബസ്സസ് ഉണ്ട്, ചാരിറ്റി ആംബുലൻസ് ഉണ്ട്, ബാരിയാട്രിക് ആംബുലൻസ് ഉണ്ട്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. അങ്ങനെ 7 രീതിയിൽ നമുക്ക് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തനുസരിച്ചാ? ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച്, ആംബുലൻസിന്റെ ഫങ്ഷൻ, അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് നമുക്ക് 7 രീതിയിൽ തിരിക്കാം. ഫസ്റ്റത്തെയാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. പേരിന്ന് തന്നെ അറിയാം അല്ലെ, എമർജൻസി ആംബുലൻസ് ആണ്. അപ്പൊ എങ്ങനെയാ? എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനല്ലേ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് പെട്ടെന്ന് കൊണ്ടുപോകാൻ. ഓക്കെ, ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു ദ പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഇത് തന്നെ ചോദിക്കാം ക്വസ്റ്റ്യൻ. Which is the most usual mode of ambulance which gives care to the patient with the critical illness or ഇഞ്ചുറി. ക്രിട്ടിക്കൽ ആയിട്ട് രോഗം വന്നിട്ടുള്ള, മുറിവ് പറ്റിയുള്ള പേഷ്യൻസിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. അണ്ടർലൈൻ ചെയ്തോട്ടാ. ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി, ഭയങ്കര എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകളിൽ പേഷ്യൻസിനെ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ്. ഇങ്ങനെ പല ടൈപ്പ് ആംബുലൻസുകളുണ്ട്. നമ്മളിപ്പോ നോക്കുമ്പോ ഒരെണ്ണൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ ഫംഗ്ഷൻ അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 7 തിരിക്കാം. അതിൽ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഒന്നാമത്തെയാണ് എമർജൻസി ആംബുലൻസ് ആണ്. ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. ദിസ് ക്യാൻ ബി, ഏതൊക്കെയാവാം? റോഡ് ഗോയിങ് വാൻസ് ആവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റും ആവാം, നോൺ ആസ് എയർ ആംബുലൻസും ആകാം. ഇത്
ഈ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളാകാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എയറിൽ കൂടെ പോകുന്ന എയർ ആംബുലൻസുകളാവാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകുന്നത് നമുക്ക് ബോട്ടുകളാവാം അല്ലെ. അപ്പൊ അങ്ങനെ ആ എമർജൻസി ആംബുലൻസ് ഓരോന്നിലും, അതായത് റോഡിൽ കൂടെ പോകുന്നതാണ് ഈ വാനുകളാകാം എമർജൻസി. നമ്മുടെ വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ അവിടെ ബോട്ടുകളാകാം, എയറിൽ കൂടെ ആണെങ്കിൽ എയർ ആംബുലൻസ്, ഹെലികോപ്റ്റേഴ്സ് ഇതൊക്കെ എമർജൻസി ഇതിനകത്ത് വരുന്നതാണ്. ഓർ ഇവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്ട്, ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളുമാകാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗോൾഫ് കാർട്ടുകൾ എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റൽസിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ളത്, സ്ട്രെച്ചർ വീൽ ചെയർ അല്ലാതെ ഒരു വെഹിക്കിളായിട്ട് തന്നെ അധികം നടക്കാൻ പറ്റില്ലാത്ത അവരെയൊക്കെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിന്റെ പുറത്തുകൂടിയൊക്കെ ആണെങ്കിലും, ഒരു ബിൽഡിങ്ങിന് വേറെ ബിൽഡിങ്ങിലൊക്കെ കുറച്ച് ദൂരമൊക്കെ ഉണ്ടെങ്കിലും ഗോൾഫ് കാർട്ടുകള് ഈ നമ്മുടെ ഏതാണ് അല്ലാതെ വേറെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേ, നിങ്ങള് ക്ലാസ് കഴിയുമ്പോ ജസ്റ്റ് ഒന്ന്, ക്ലാസ് അല്ല കേട്ടോ, അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് മതി, ക്ലാസ് കഴിയുമ്പോഴേ നിങ്ങളെ ഫോണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തേ ഗോൾഫ് കാർട്ട്, പിക്ചർ അടക്കം അവിടെ കാണിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാന്, അല്ലെങ്കിൽ നമുക്കൊരു നോക്കിയോ? ഓക്കെ കണ്ടോ? എന്നിട്ട് നോക്കിയിട്ട് ഐഷോണ്ട നസീർ ഒന്ന് നോക്കണം കേട്ടോ. ഗോൾഫ് കാർട്ട് ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിലേ കണ്ടിട്ടുണ്ട്. അതിന് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാ, നമുക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി കാണാത്തവരൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി, നമ്മുടെ ഗൂഗിളല്ലേ ഇരിക്കുന്നത്, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഗൂഗിളിൽ നോക്കാം, ഗോൾഫ് കാർട്ട് എന്ന് പടങ്ങൾ കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളുമാകാം. അതാണ് വാൻ പോലെ. ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളുമാകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇല്ല അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? ഫങ്ഷണൽ ടൈപ്പില് ഒന്നാമത്തെ പറഞ്ഞത് എമർജൻസി ആംബുലൻസ്. പേരിൽ തന്നെ അറിയാം, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ക്രിട്ടിക്കൽ ആയിട്ട് ഇല്ലായിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഓക്കെ. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് ചെറിയ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവര് മുതൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നാള് കണ്ടിന്യൂ ചെയ്ത് ക്ലാസ്സിലൊക്കെ കയറിയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ചിലർക്കും ചിലപ്പോൾ മിസ് എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്, അത് ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും, ചിലർക്ക് 2 പ്രാവശ്യം കേൾക്കണം, ചിലർക്ക് 3 പ്രാവശ്യം കേൾക്കണം. മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം പഠിച്ചു പോകണം, അതാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഇത്തിരി ബാക്കിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരാണെങ്കിലും എല്ലാവരും നമ്മുടെ ഒപ്പത്തിന് കയറിപ്പോണം. അതാണ് ഒരു നല്ലൊരു ഗുഡ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പഠിക്കുന്നവരെ മാത്രം നോക്കിയാൽ മതിയോ? പോരല്ല അല്ലെ. നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ, പഠിക്കില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒപ്പം തന്നെ കൂടെ നിർത്തണം, നമ്മുടെ ഒപ്പം അവരെ പോകണം. അതാണ് എല്ലാവരെയും നോക്കണം. ശരിയാണ്, എല്ലാവരെയും നോക്കണം. ഇതാണ് ഒരു ടീച്ചിങ്ങിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പഠിക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവർ പഠിക്കില്ല പഠിച്ച് ബാക്കിലേക്ക് നിൽക്കുന്നവരെയും നമ്മൾ നമ്മുടെ ഒപ്പം തന്നെ നിർത്തി അവരെയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരുപോലെ കൊണ്ടുവന്ന് എല്ലാവരും ഒരുപോലെ തന്നെ നല്ല മാർക്ക് മേടിച്ച് എക്സാം പാസ് ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മുടെ എമർജൻസി ആംബുലൻസ് ആണ് നമ്മൾ പറഞ്ഞേട്ടോ, ഫങ്ഷണൽ ടൈപ്പ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാർക്ക് ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ.